ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ കിടിലൻ ടേസ്റ്റിലുള്ള ഒരു സ്പെഷ്യൽ മുട്ടത്തോരൻ്റെ റെസിപ്പി കണ്ടാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം അത് വഴന്ന് വരാനായിട്ട് അതിലേക്ക് ഉപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വഴന്ന് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് പൊടിയുടെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൊടിയുടെ പച്ചമണം മാറി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെള്ളമയമൊക്കെ തോർന്ന് നല്ലപോലെ മുട്ട ചിക്കി തോർത്തിയെടുക്കണം. ഇപ്പം മുട്ട നല്ലപോലെ വെള്ളമയമൊക്കെ മാറി ചിക്കി തോർത്തിയെടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ കിടിലൻ ടേസ്റ്റിലുള്ള മുട്ടത്തോരൻ റെഡിയായിരിക്കുകയാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയുള്ള ബെസ്റ്റ് കോമ്പിനേഷനാണിത്.